Hi students, welcome to Next Class. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് സെക്കൻഡ് ഇയറിന്റെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, പ്ലസ് വണ്ണിലും നമുക്ക് ഇതേ ഒരു ടോപ്പിക് പഠിക്കാനുണ്ടായിരുന്നു. അത് പ്ലസ് വണ്ണിന്റെ രണ്ടാമത്തെ ടോപ്പിക് ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, സെറ്റിന് ശേഷം നമ്മൾ ടോപ്പിക് പഠിച്ചു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അവിടെ നമ്മൾ പഠിച്ചു നിർത്തിയത് എന്താണോ അതിന്റെ ബാക്കിയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലസ് വണ്ണിൽ പഠിച്ച റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ പ്ലസ് വണ്ണില് സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു, പിന്നെയാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ പഠിക്കുന്നത്. സോ സെറ്റില് ഇപ്പോ എ എന്ന് പറഞ്ഞൊരു സെറ്റ് സപ്പോസ് എ എന്ന് പറഞ്ഞ സെറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്റെ അത് സപ്പോസ് 1 2 3 4 ഇത്ര എലിമെന്റ്സ് ആണ് ഉള്ളത്. സപ്പോസ് ബി എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റ്, ആ സെറ്റിന്റെ അകത്തുള്ളത് 3 4 5 6 ഇത്ര എലിമെന്റ്സ് ആണ് ബിയിലുള്ളത് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ ഏറ്റവും ആദ്യം പഠിച്ചത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നൊരു സംഭവമായിരുന്നു. സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. സോ എ ക്രോസ് ബി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? എ എന്നൊരു എലിമെന്റ് എടുക്കും, ബി എന്നൊരു എലിമെന്റ് എടുക്കും, പെയർ ചെയ്തും എ എന്ന് അടുത്ത എലിമെന്റ് സെലക്ട് ചെയ്യും, ബി എന്ന് അടുത്ത എലിമെന്റ് സെലക്ട് ചെയ്യും, പെയർ ചെയ്തും ലൈക്ക് 1 3 1 4 1 5 1 6 2 3 2 4 അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പെയർസും എഴുതും. ഓക്കെ, അപ്പൊ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടില്ല. 1 3 1 4 1 5 1 6 2 3 2 4 2 5 2 6 അങ്ങനെ 4 3 4 4 4 5 4 6 ഇടയിൽ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടുള്ളൂ. സോ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. സോ നിങ്ങൾക്കറിയാം ഇവിടെ 4 എലിമെന്റ് ഉണ്ട്, ഇവിടെ 4 എലിമെന്റ് ഉണ്ട്. ടോട്ടൽ 4 × 4 16 എലിമെന്റ്സ് ഉണ്ടാവണം. അതിൽ കുറച്ച് എലിമെന്റ് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ, ബാക്കി ഡോട്ട് ഡോട്ട് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ ഇതിന്റെ അകത്ത് ഉണ്ടാവുന്നുള്ളത്. സോ ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റിലേഷൻ നമ്മൾ എന്താ പഠിച്ചത്? റിലേഷൻ. സോ റിലേഷൻ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ എന്തായിരുന്നു? റിലേഷൻ ഇസ് ദ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. സോ ഇതിന്റെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. റിലേഷൻ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു നോൺ എംപ്റ്റി സെറ്റ് ബി ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. സോ ഇതിന്റെ തന്നെ ഒരു സബ്സെറ്റ് ആണ്. ആൻഡ് ദ സബ്സെറ്റ് ഇസ് ഡിറൈവ്ഡ് ബൈ ഡിസ്ക്രൈബിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് എലമെന്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ് ഇൻ ദ ഓർഡർഡ് പെയർ ഓഫ് ദ എ ക്രോസ് ബി. സോ ഈ സബ്സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു സബ്സെറ്റ് ഉണ്ടാക്കുന്നത്. ലൈക്ക് ഇപ്പോ ഇവിടെ കുറെ എലമെന്റ്സ് കാണാം, 1 3 1 4 1 5. സോ ഇതിന് ഈ രണ്ട് എലമെന്റ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഇതിന്റെ അകത്തുള്ള ഓർഡർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ്. ഇപ്പൊ 1 ഫസ്റ്റ് എലമെന്റ് ആണ്, 3 സെക്കൻഡ് എലമെന്റ് ആണ്. അടുത്ത ഓർഡർഡ് പെയറിൽ 1 ഫസ്റ്റ് എലമെന്റ് ആണ്, 4 സെക്കൻഡ് എലമെന്റ് ആണ്. അപ്പൊ ഈ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ, സോ ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ റിലേഷനിലുള്ള കുറച്ച് ആൾക്കാർ, ആ റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പങ്കെടുക്കുന്ന കുറച്ച് ആൾക്കാരെ ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ എന്ന് പറഞ്ഞ ഒരു സബ്സെറ്റ് കിട്ടി. ഓക്കെ, സോ ഞാനിപ്പോ ഒരു റിലേഷൻ പറയാണ്, രണ്ട് നമ്പർ തമ്മിലുള്ള റിലേഷൻ. ഞാൻ പറയാണ് സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെക്കാട്ടിയും 3 കൂടണം എന്നുള്ളത്. സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെക്കാട്ടിയും 3 കൂടണം എന്നുള്ളത്. അപ്പൊ ഇവിടെ അതേ സാധനം തന്നെ നമ്മളൊന്ന് വൃത്തിയിലൊരു ക്വസ്റ്റ്യൻ പോലെ എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ പറയാം: R is equal to set of all ordered pair xy. Okay, R is equal to set of all ordered. ഇങ്ങനെയാണ് വായിക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. R equal to set of all ordered pair xy such that നമ്മൾ എന്താ പറഞ്ഞ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെക്കാട്ടി 3 കൂടുന്നു. സെക്കൻഡ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ y ആണ്, ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനെക്കാട്ടി 3 കൂടണം എന്ന് പറയുമ്പോൾ y is equal to second element is equal to first element plus 3. Okay, ഇനി ഫസ്റ്റ് എലമെന്റ് നമ്മൾ a എന്ന് എടുക്കാം, A എന്ന് സെലക്ട് ചെയ്യാം, സെക്കൻഡ് എലമെന്റിനെ B എന്നും സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ x belongs to A and y belongs to B. ഇപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിലേഷനിൽ ആരൊക്കെ ഉണ്ടാവും? ഇപ്പോ 1 3 ഉണ്ടാവില്ല, കാരണം 3 1നെക്കാട്ടിയും 2 കൂടുതലാണ്, 3 കൂടുതലല്ല. ഓക്കെ, 1 4 ഉണ്ടാവും, കാരണം 1 4 1നെക്കാട്ടിയും 3 കൂടുതലാണ്. സോ ഇതിപ്പോ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയ ഈ സെയിം റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ 1 4 ഉണ്ടാവും. ഓക്കെ, 1 4 ഉണ്ടാവും, 1 5 ഉണ്ടാവില്ല, 1 6 ഉണ്ടാവില്ല. 2 ഇനി വരുമ്പോൾ 2 5 ഉണ്ടാവും അല്ലെ? സോ 2 5 ഉണ്ടാവും, 2 5 ഉണ്ടാവും. അതേപോലെ തന്നെ 3 6 ഉണ്ടാവും, 3 6. ഇപ്പൊ പറഞ്ഞ ഈ എലമെന്റ്സ് എല്ലാം 1 4 2 5 3 6 ഇതെല്ലാം എ ക്രോസ് ബിനുള്ളിൽ ഉണ്ടാവുന്ന എലമെന്റ്സ് ആണ്. എ ക്രോസ് ബിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. എ ക്രോസ് ബിന്റെ അകത്തുള്ള എലമെന്റ് ഉണ്ടാവുള്ളൂ, പുറത്തുനിന്ന് ആരും വരില്ല. 3 6 ഉണ്ടാവും, 4 ന് ഒരു 4 7 ഉണ്ടാവില്ല, ഇവിടെ 6 വരെ ഉള്ളൂ. ഓക്കെ, സോ ഇത്
റിലേഷൻ ആണ്. ഇനി വേണമെങ്കിൽ റിലേഷൻ പറയാം, നേരത്തെ ട്രൈ ചെയ്യാം. ഇപ്പൊ ഞാനിതിപ്പോ ഒരു വീഡിയോ ക്ലാസ് അല്ല, ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിലുള്ള ക്ലാസ് ആണ്, ഞാനിപ്പോ നിങ്ങളെ കൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു റിലേഷൻ പറയും, ഒരു റിലേഷൻ പറയും, ഒരു റിലേഷൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ഞാനിപ്പോ ഒരു റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഒരു റിലേഷൻ കൂടി പറയാം. ഇനിയിപ്പോ എന്ത് റിലേഷനാണ് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡ് നമ്പർ കിട്ടണം. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് പ്ലസ് സെക്കൻഡ് എലമെന്റ് ഓഡ് നമ്പർ കിട്ടണം. സോ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പോലെ ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ, set of all ordered pair x y such that first element plus second element x plus y is equal to odd number x belongs to a, y belongs to b. Right? Okay, അപ്പോൾ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും കൂട്ടിയ ഓഡ് നമ്പർ കിട്ടണം. നമുക്ക് നോക്കാം ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. 1 3 ഉണ്ടാവില്ല, കാരണം 1 plus 3 4 ആണ്, 4 ഈവൻ നമ്പർ ആണ്. 1 4 ഉണ്ടാവും, 1 plus 4 5 ആണ്. സോ അതേ റിലേഷൻ തന്നെ ഞാൻ ഇപ്പോൾ റോസ്റ്റഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ 1 4 കഴിഞ്ഞാൽ പിന്നെ 1 6. ഓക്കെ, ബാക്കി ആരൊക്കെ ഉണ്ടാവും? 1 6 2 3 ഉണ്ടാവും, 2 5 ഉണ്ടാവും അല്ലെ? 2 3 and 2 5. ഓക്കെ, 2 3 and 2 5 പിന്നെ 3 4 and 3 6. 3 4 3 6 4 4 3 and 4 5. ഓക്കെ, ഇത്ര എലിമെന്റ്സ് ഉണ്ടാവും. ഞാൻ രണ്ട് റിലേഷൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ടേം ആയിരുന്നു ഇമേജ്. സോ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ റിലേഷന്റെ അകത്ത് സെക്കൻഡ് എലമെന്റിനെ നമ്മൾ ഫസ്റ്റ് എലമെന്റിനെ ഇമേജ് എന്ന് പറയും. അതായത് ഇപ്പോ ഈ റിലേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ റിലേഷന് രണ്ട് പേര് കൊടുക്കാം. ഇത് R1, ഈ റിലേഷൻ R2. ഓക്കെ, സോ R1 എന്ന് പറഞ്ഞ റിലേഷനിൽ 1 ന്റെ ഇമേജ് ആണ് 4, R1 എന്ന് പറഞ്ഞ റിലേഷനിൽ 2 ന്റെ ഇമേജ് 5, R1 ൽ 3 ന്റെ ഇമേജ് 6. ഓക്കെ, R2 എന്ന് പറഞ്ഞ റിലേഷനിൽ 1 ന്റെ ഇമേജ് 4 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, 2 ന്റെ ഇമേജ് 3 ഉണ്ട്, 5 ഉണ്ട്. സോ ഇമേജ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഒന്ന് നമ്മൾ പഠിച്ച ഇമേജ്. സോ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് ഇസ് കോൾഡ് ദ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്. നമ്മൾ ടെക്നിക്കൽ ആയിട്ട് ഒരു ടേം പഠിച്ചാണ് ഇമേജ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച ഒരു ടേം ആയിരുന്നു റേഞ്ച്. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെന്റിന്റെ മൊത്തം സെറ്റ് അല്ലെങ്കിൽ ഇമേജുകളുടെ മൊത്തം സെറ്റ്, ഇതിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഫസ്റ്റത്തെ റിലേഷനിലെ റേഞ്ച് എന്താന്ന് വെച്ചാൽ സെക്കൻഡ് എലമെന്റിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരുന്നത് 4 5 6 ആണ്. അപ്പൊ ഇവിടെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് 4 5 6. ഓക്കെ, പിന്നെ നമ്മൾ ടെക്നിക്കൽ ടേം പഠിച്ചു ഡൊമെയിൻ. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റിന്റെ മാത്രം സെറ്റ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്, ഇതായിരുന്നു ഡൊമെയിൻ. ഒരു റിലേഷന്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്. സോ ഫസ്റ്റ് റിലേഷന്റെ ഡൊമെയിൻ 1 2 3. റൈറ്റ്, ഇതിപ്പോ ഫസ്റ്റ് റിലേഷന്റെ ആട്ടോ പറഞ്ഞ റേഞ്ച് ഓഫ് R1 ആണ്. R1 ന്റെ റേഞ്ച് ആണ്. ഓക്കെ, R1 ന്റെ റേഞ്ച് ആണിത്. R1 ന്റെ മാത്രമേ എഴുതുള്ളൂ, എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ ഡൊമെയിൻ R1 ന് തന്നെ എഴുതുന്നുള്ളൂ ഇവിടെ. ഡൊമെയിൻ ഓക്കെ, ഫസ്റ്റ് എലമെന്റിന്റെ മാത്രം സെറ്റ്, ഇതിനാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ R1 ല് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് R1 റിലേഷനിലെ ഫസ്റ്റ് എലമെന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 2 3. ഓക്കെ, സോ ഡൊമെയിൻ എന്ന് പറയുന്നത് 1 2 3. ഓക്കെ, സോ റേഞ്ച്, ഡൊമെയിൻ, പിന്നെ ഒരു സാധനം കൂടി പഠിച്ചിട്ടായിരുന്നു, ഓർമ്മ? കോഡൊമെയിൻ. സോ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്. ഇവിടെ റിലേഷൻ ഫ്രം എ ടു റിലേഷൻ ഫ്രം എ ടു ബി ആണ്. സോ ബി ആണ് നമ്മുടെ കോഡൊമെയിൻ. ഓക്കെ, സോ കോഡൊമെയിൻ വേറെ ഒരു വേർഡ് പഠിച്ചത് കോഡൊമെയിൻ, അത് ഹോൾ സെറ്റ് ബി. സോ അത് എന്ത് റിലേഷൻ ആണെന്നൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല, റിലേഷന്റെ നേച്ചറിനൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് എവിടെ നിന്ന് എങ്ങോട്ടാണോ റിലേഷൻ, അപ്പൊ എങ്ങോട്ടാണ് റിലേഷൻ, ബിയിലേക്കാണ് റിലേഷൻ, ബി ആണ് കോഡൊമെയിൻ. സോ അത് ഏതാ റിലേഷൻ, എന്താ R1 ആണോ R2 ആണോ, എന്തായാലും കോഡൊമെയിൻ എപ്പോഴും എന്ത് തന്നെയാ വരിക, ബി തന്നെയാ വരിക. ഓക്കെ, ഇതും പിന്നെ ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ഒരു നോളജിലാണ് റിലേഷനിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, എത്തി നിൽക്കുന്നത് +1. അതിനുശേഷം ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോയി നമുക്ക് റിലേഷനിൽ തന്നെ നിൽക്കാം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം +2 നമുക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ +2 നമുക്ക് പഠിക്കാനുള്ളത് different types of relations, different types of functions, composite of two functions, invertible function, binary operation. സോ ഇങ്ങനെ കുറച്ച് ടോപ്പിക്കുകളാണ് +2 പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റത്തെ എക്സസൈസ് ഉള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻ. വ്യത്യസ്ത റിലേഷനിൽ തന്നെ വ്യത്യസ്ത ടൈപ്പ് റിലേഷൻസ്. സോ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് യൂണിവേഴ്സൽ റിലേഷൻ, എംപ്റ്റി റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, ഇക്വാലൻസ് റിലേഷൻ.
സോ ഇത്രയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷനും പിന്നെ ഒരു ടേമും കൂടി പഠിക്കാനുണ്ട്. ഇത് റിലേഷന്റെ പ്രത്യേക ടൈപ്പ് അല്ല, ഇക്വാലൻസ് ക്ലാസ് എന്നുള്ള സംഭവം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഏറ്റവും ആദ്യം പറഞ്ഞ ടൈപ്പ് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, യൂണിവേഴ്സൽ റിലേഷൻ. അപ്പൊ ഒരു സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റില് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തത് യൂണിവേഴ്സൽ റിലേഷൻ ആണെങ്കിൽ, സോ ഡെഫിനിഷൻ യൂണിവേഴ്സൽ റിലേഷന്റെ ഡെഫിനിഷൻ ഇതാണ്: a relation defined on set A is said to be universal relation if every element in A is related to every element in A. Okay, അതായത് a relation defined on A, A യിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ. ആയതിന് ഇത് പറയട്ടെ, a relation defined on A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ A ന്ന് A ലേക്ക് തന്നെയാണ്. റിലേഷൻ ഫ്രം A to B അല്ല. A യിൽ ഡിഫൈൻ ചെയ്ത റിലേഷൻ എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് A എന്ന് പറഞ്ഞ സെറ്റിലേക്ക് തന്നെ. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞ സെറ്റിലേക്ക് തന്നെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ റിലേഷന്റെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്റെ അകത്തുള്ള എല്ലാ എലമെന്റും എന്റെ അകത്തുള്ള തന്നെ എല്ലാ എലമെന്റിനോടും റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ 2 4 6 8. ഓക്കെ, സോ 2 4 6 8 ഇത് എ എന്ന് പറഞ്ഞ ഒരു സെറ്റ്. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ ഈ സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്ത റിലേഷൻ അഥവാ യൂണിവേഴ്സൽ റിലേഷൻ ആവണമെങ്കിൽ എന്റെ അകത്തുള്ള എല്ലാ എലമെന്റും എന്റെ അകത്തുള്ള എല്ലാ എലമെന്റിനോടും റിലേറ്റഡ് ആയിരിക്കണം. മീൻസ് 2 നോട് റിലേറ്റഡ് ആയിരിക്കണം, 2 4 നോട് റിലേറ്റഡ് ആയിരിക്കണം, 4 2 നോട് റിലേറ്റഡ് ആയിരിക്കണം, 4 8 നോട് റിലേഷൻ ആയിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, സോ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് ഇതിനകത്തുള്ള ഓർഡർ പേരിൽ 2 എലമെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ 16നെക്കാട്ടും ചെറിയൊരു സംഖ്യ എടുക്കണം. ഓക്കെ, 16നെക്കാട്ടും ചെറിയൊരു സംഖ്യ എടുക്കണം. ഞാൻ റിലേഷൻ കുറച്ച് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും ഇവിടെ. R equal to set of all ordered pair x y such that x plus y less than 16. Okay, x plus y less than 16. x plus y less than or equal to 16. x plus y less than or equal to 16 ചെറിയ സംഖ്യ വരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ 2 നോക്കുകയാണെങ്കിൽ ഓർഡർ പെയർ 2 2 ഉണ്ടാവും. 2 2 നോട് റിലേറ്റഡ് ആണോ? നിങ്ങൾ ഇവിടെ 2 4 6 ഇവിടെയും ഒരു 2 4 6 എന്ന് പറഞ്ഞ ഒരു സെറ്റ് കൂടി വിചാരിച്ചു. അപ്പൊ 2 ഇവിടെ 2 തമ്മിൽ റിലേറ്റഡ് അല്ലേ? ഞാൻ ഇവിടെയും 2 4 6 ഒക്കെ എഴുതാം. അല്ല, ആവശ്യമില്ല, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സോ 2 2 റിലേറ്റഡ് ആണ്, കാരണം 2 plus 2 4 ആണ്. 4 16നെക്കാളും ചെറുതല്ലേ? 2 4 ഉണ്ടാവും. 2 plus 4 6 ആണ്. 6 16നെക്കാളും ചെറുതല്ലേ? അപ്പൊ ഇത് ഏതാണെങ്കിൽ 2 2 ഉണ്ടാവും, 2 4 ഉണ്ടാവും, 2 6 ഉണ്ടാവും, 2 8 ഉണ്ടാവും. 8 8 വരെയുള്ള കംപ്ലീറ്റ് ഉണ്ടാവും. കാരണം 8 8 എന്ന് പറയുമ്പോൾ 8 plus 8 എത്ര വരുന്നത്? 16. റൈറ്റ്. അപ്പൊ എന്തായാലും മാക്സിമം പോയാൽ 16 വരുള്ളൂ എന്ന് കണ്ടാൽ അറിയാമല്ലോ. അതിനനുസരിച്ചിട്ടാണല്ലോ ഞാൻ റിലേഷൻ എഴുതിയത്, ഈ എക്സാമ്പിൾ എഴുതിയത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 2 2 4 2 6 കംപ്ലീറ്റ് ഉണ്ടാവും. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ കറക്റ്റ് ആയിട്ട് എഴുതി കഴിയുമ്പോൾ എ ക്രോസ് എ, നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് പഠിച്ചിട്ടില്ലേ? എ ക്രോസ് എ. സോ എ ക്രോസ് എ എന്താ? അത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ഉണ്ടാവും അല്ലെ? ഞാൻ ഫുൾ എഴുതുന്നില്ല. എത്ര എലമെന്റ്സ് ഉണ്ടാവും? 4 16 എലമെന്റ്സ് ഉണ്ടാവും. 2 2 2 4 2 6 2 8 4 2 4 4 4 6 4 8 6 2 4 എടുക്കുന്നത് അത്രയും മതി. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ഉണ്ടാവും. ഇതേപോലെ വേറെ റിലേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ വിചാരിച്ചോ, set of all ordered pair x y such that x plus y is an odd number, sorry even number. x plus y ഒരു ഈവൻ നമ്പർ കിട്ടണം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അല്ല 2 2 ഉണ്ടാവും, 2 4 ഉണ്ടാവും, കാരണം ഇതിനകത്തുള്ള മൊത്തം ഈവൻ നമ്പർ ആണ്. 2 ഈവൻ നമ്പർ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ 2 ഈവൻ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും എന്തേ കിട്ടാനുള്ളൂ? ഈവൻ നമ്പർ മാത്രമേ കിട്ടാനുള്ളൂ. ഓക്കെ, സോ ഈ ടൈപ്പ് റിലേഷൻ ആണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. എല്ലാ എലമെന്റിനോടും റിലേറ്റഡ് ആയിരിക്കും. റൈറ്റ്. അതിന്റെ റിലേഷൻ എന്താന്ന് റിലേഷൻ എഴുതി വരുമ്പോൾ എ ക്രോസ് എ എന്താണോ അത് കംപ്ലീറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് എംപ്റ്റി റിലേഷൻ. സോ യൂണിവേഴ്സൽ റിലേഷൻ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എംപ്റ്റി റിലേഷൻ. സോ എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അകത്തുള്ള സെറ്റിൽ ഒരു എംപ്റ്റി റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്റെ അകത്തുള്ള ഒരു എലമെന്റിനോടും റിലേറ്റ് ആയിരിക്കില്ല. ഓക്കെ, സോ അതായത് ഇതിന്റെ റിലേഷൻ ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും, കാലിയായിരിക്കും. ഞാനിപ്പോ ഒരു റിലേഷൻ പറഞ്ഞു, ആ റിലേഷനിൽ ഒരു എന്താ പറയാ, ആ റിലേഷൻ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് ഒന്നും ഉണ്ടാവില്ല, പക്കാ കാലിയായിരിക്കും. ഓക്കെ, എംപ്റ്റി റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ. സോ അതിനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോ അതിന്റെ ഡെഫിനേഷൻ അതാണ്: റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ is said to be empty relation if no element in A is related to any element of A. So A ന്റെ അകത്തുള്ള ഒരു എലമെന്റിനോടും റിലേറ്റഡ് ആയിരിക്കില്ല. ഓക്കെ, ഇതിപ്പോ യൂണിവേഴ്സൽ റിലേഷൻ എക്സാമ്പിൾ. ഞാനിപ്പോ എംപ്റ്റി റിലേഷന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതേ സെയിം സാധനം തന്നെ ഞാനിപ്പോ ഇങ്ങനെ പറയാൻ വിചാരിച്ചു. R is equal to ഈ സെയിം സെറ്റ് തന്നെ. R is equal to set of all ordered pair x y such that x plus y equal to odd number. Okay, R equal to set of all ordered pair x y such that x plus y odd number വരണം. ഇതിന്റെ അകത്ത്
അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം, ഇതിനകത്ത് ഈവൻ നമ്പർ മാത്രമേ ഉള്ളൂ കാണുന്നുള്ളൂ. അപ്പോ അതിന്റെ അകത്തുള്ള രണ്ട് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഓഡ് നമ്പർ വരാൻ യാതൊരുവിധ സാധ്യതയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 വരും. അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ എപ്പോഴും നമ്മുടെ റിസൾട്ട് എ ക്രോസ് എ മീൻസ് ഇത് കംപ്ലീറ്റ് ഉണ്ടാവും. എം ടി റിലേഷൻ ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് നൾ സെറ്റ് ആയിരിക്കും. നൾ സെറ്റിന് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണല്ലോ 5 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് യൂണിവേഴ്സൽ റിലേഷൻ ആൻഡ് എം ടി റിലേഷൻ. ഇതൊന്ന് ചോദ്യം ബോർഡ് എക്സാമിനൊക്കെ വരാൻ ചാൻസ് കുറവാണ്, ഒരു മാർക്കിനൊക്കെ എവിടെയെങ്കിലും വന്നാലായി. ഓക്കെ, സോ നമ്മൾ ഇപ്പോ ഇവിടെ വരെ പറഞ്ഞത് യൂണിവേഴ്സൽ റിലേഷൻ, എം ടി റിലേഷൻ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ആണ്, ഇനി പറയാനുള്ളത് ഒരു 3 സംഭവങ്ങളുണ്ട്. അതിനാണ് അതിന് ക്വസ്റ്റ്യൻ വരിക. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, സോ റിഫ്ലെക്സീവ് റിലേഷൻ എന്താ, സിമെട്രിക് എന്താ, ട്രാൻസിറ്റീവ് എന്താണ് നമുക്ക് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പറയാം റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, അപ്പോ സപ്പോസ് എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. എ 1 2 3 4. ഓക്കെ, എ എന്ന് പറഞ്ഞ സെറ്റിൽ 4 എലിമെന്റ്സ് ഉണ്ട്, 1 2 3 4. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്ത്, ഈ റിലേഷൻ റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷനിലെ റിഫ്ലെക്സീവ് എന്ന ടൈപ്പ് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എഴുതുന്ന റിലേഷന്റെ അകത്ത് ഓർഡേർഡ് പെയർ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം. ഓക്കെ, 1 1 2 2 3 3 4 4 വരുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ, അതായത് എന്റെ അകത്ത് ആരൊക്കെ ഉണ്ടോ 1 2 3 4 ഉണ്ട്. ഇപ്പൊ എന്റെ അകത്ത് 1 2 3 4 5 ആയിരുന്നെങ്കിൽ 1 1 2 2 3 3 4 4 5 5 വേണം. ഓക്കെ, സോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിന്റെ ഇമേജ് ആയിട്ട് വരണം. സോ നമ്മൾ ഇപ്പോ റിഫ്ലക്ട് ചെയ്യില്ല ഇമേജ്. ഇവിടെ കണ്ണാടി ഉണ്ട്, ഇവിടെ ഒരാളുണ്ട്, ഇവിടെ അയാളുടെ ഇമേജ് ഇവിടെ കാണാമല്ലോ. സോ ഇയാൾ തന്നെ ഇപ്പുറത്തും ഉണ്ടാവുമല്ലോ. അതേപോലെ 1ന്റെ തൊട്ടിപ്പുറത്ത് 1 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം. അതേപോലെ റിഫ്ലക്ഷൻ കാണണം, റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ റിലേഷൻ ആണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം 1 1 2 2 3 3 4 4 മാത്രം വേണമെന്നല്ല. അത് മാത്രമല്ല, അത് അപ്പുറത്തേക്കും ഉണ്ടാവാം. മീൻസ് ഇപ്പൊ റിലേഷൻ ഡിഫൈൻ ചെയ്ത് അതിനകത്ത് 1 1 ഉണ്ട്, 2 3 ഉണ്ട്, 2 2 ഉണ്ട്, 4 3 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 4 2 ഉണ്ട്. മീൻസ് അത് 1 1 2 2 3 3 4 4 കൂടാതെ വേറെ എന്തൊക്കെയോ എലമെന്റ്സ് ഉണ്ട് വിചാരിച്ചോ. ഇതിന്റെ അകത്തുള്ള എ ക്രോസ് എന്റെ അകത്തുള്ള വേറെ ഇടയ്ക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. സോ അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് എല്ലാം ആവുന്നില്ല. ഓക്കെ, അപ്പോഴും അത് തന്നെയാണ്, റിഫ്ലെക്സീവ് തന്നെയാണ്. സോ 1 1 2 2 3 3 4 4 ഉള്ള റിലേഷൻ ഇതിന്റെ അകത്ത് പറയുകയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് റിലേഷൻ ആയി. സോ റിഫ്ലെക്സീവ് റിലേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ is said to be a reflexive relation if ordered pair AA belongs to R for all A belongs to A. Okay, ordered pair AA belongs to R for all A belongs to A. അതായത് A എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് A എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് ഉണ്ടെങ്കിൽ ഓർഡർഡ് പെയർ AA റിലേഷന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അങ്ങനത്തെ റിലേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോവാം സിമെട്രിക് റിലേഷനിലേക്ക്. ഓക്കെ, സിമെട്രിക് റിലേഷൻ പോകുന്നതിന് മുന്നേ നമുക്ക് റിഫ്ലെക്സീവ് ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ റിഫ്ലെക്സീവ് പറഞ്ഞു, പക്ഷെ അതൊന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതാം. സപ്പോസ് ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ ഇത് എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയ സെറ്റിൽ ഇപ്പൊ എഴുതാം, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സെറ്റ് ഒക്കെ നമുക്ക് ഇൻഫിനിറ്റ് സെറ്റ് എക്സാമ്പിൾസ് ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ റിലേഷൻ ഇതാണ്. സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, സെക്കൻഡ് എലമെന്റ് ഇസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെന്റ്. സോ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിമൈൻഡർ 0 ആയിരിക്കണം. കറക്റ്റ് ആയിട്ട് അതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പോകണം. ഓക്കെ, സോ നമുക്ക് അത് റിലേഷൻ ഒന്ന് എഴുതി വെക്കാം. R equal to set of all ordered pair x y such that y ആണ് സെക്കൻഡ് എലമെന്റ്, y is divisible by x. ഓക്കെ, സെക്കൻഡ് എലമെന്റിനെ ഫസ്റ്റ് എലമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. 1 ഇമേജ് ആയിട്ട് 1 1 ആദ്യം 1 1 തുടങ്ങാം, ഒരു ഓർഡറിൽ തന്നെ കൊടുക്കുക. 1 1 എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെ, കാരണം 1നെ 1 കൊണ്ട് തീർച്ചയായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 1 by 1 is equal to 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. 1 1 ഉണ്ടാവും, കാരണം സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള 1നെ ഫസ്റ്റ് എലമെന്റ് ആയിട്ടുള്ള 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുകൊണ്ട്. അതേപോലെ 1 2 ഉണ്ടാവും, റൈറ്റ്, കാരണം 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 1 3 ഉണ്ടാവും, 1 4 ഉണ്ടാവും. ഓക്കെ, ഇനി അപ്പൊ 1ന്റെ ഇമേജുകളൊക്കെ കഴിഞ്ഞു. ഇത്രയും ഇമേജ് ആണ് 1ലുള്ളത്. 2ന് ഏതൊക്കെ ഇമേജ് ഉണ്ടാവും? ഓക്കെ, 2ന്റെ ഇമേജ് ആയിട്ട് 2 ഉണ്ടാവും, തീർച്ചയായിട്ടും 2 ഉണ്ടാവുമല്ലോ. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. 2 1 ഉണ്ടാവും, 2 1. ഓക്കെ, ഓർഡർഡ് പെയർ 2 1 ഉണ്ടാവില്ലല്ലോ, 2 1 ഉണ്ടാവില്ലല്ലോ, കാരണം എന്താ, സെക്കൻഡ് എലമെന്റിന്റെ ഫസ്റ്റ് എലമെന്റോട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ സെക്കൻഡ് എലമെന്റ് 1 ആണ്, ഫസ്റ്റ് എലമെന്റ് 2 ആണ്. സോ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1 by 2 0.5, അത് കറക്റ്റ് ആയിട്ട് അത് പോകുന്നില്ല. സോ 2 ഉണ്ടാവും, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. അപ്പൊ അതേപോലെ 2 4 ഉണ്ടാവും. ഓക്കെ,
2 4 ഉണ്ടാവും. അപ്പൊ ബാക്കി ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ ആലോചിച്ചു ബാക്കി ഇപ്പൊ എന്തെങ്കിലും 3 1 ഉണ്ടാവില്ല, 3 2 ഉണ്ടാവില്ല, 3 3 തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലെ, കാരണം 3 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ 3 3 ഉണ്ടാവും, എഴുതി കളയാം അല്ലെ, ഇനിയിപ്പോ അതിലൊരു പ്രശ്നം വേണ്ട. 3 3 പിന്നെ 4 2 ഉണ്ടാവില്ല, 4 4 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. 4 2 എഴുതണമെങ്കിൽ സെക്കൻഡ് എലമെന്റ് 2 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം, പക്ഷേ അത് പറ്റൂല, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. സോ ഇങ്ങനെ റിലേഷൻ. സോ റിലേഷൻ കംപ്ലീറ്റ് ഞാൻ എഴുതി കഴിഞ്ഞു. അപ്പൊ ഈ റിലേഷനിൽ നോക്കി നോക്ക്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. തീർച്ചയായിട്ടും ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഇൻ കേസ് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഇല്ല എന്ന് വിചാരിച്ചു. ഇവിടെ A ന് 4 ഉണ്ട്, ബട്ട് 4 4 ഇല്ലെങ്കിൽ ഈ റിലേഷൻ നമുക്ക് ഒരിക്കലും റിഫ്ലെക്സീവ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഈ റിലേഷൻ തീർച്ചയായിട്ടും ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഇനി നമുക്ക് പോവാം നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള, നെക്സ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള സിമെട്രിക് റിലേഷനിലേക്ക്. ഓക്കെ, അപ്പൊ സിമെട്രിക് റിലേഷൻ. അപ്പൊ സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ A എന്ന് പറഞ്ഞ ഒരു സെറ്റ്, A എന്ന് പറഞ്ഞ സെറ്റ് സപ്പോസ് 1 2 3 ഇത്ര ചെറിയ സെറ്റ് മതി. അപ്പൊ A എന്ന് പറഞ്ഞ ഈ സെറ്റിന്റെ അകത്ത് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ റിലേഷൻ അഥവാ സിമെട്രിക് റിലേഷൻ ആണെങ്കിൽ, ഓക്കെ സിമെട്രി ഉണ്ടാവണമെങ്കിൽ, സിമെട്രിക് റിലേഷൻ ആണെങ്കിൽ ഇപ്പോ 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം, 2 3 ഉണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. 1 2 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആ റിലേഷനിൽ 2 1 ഉണ്ടായിരിക്കണം, 2 3 ഉണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. ഓക്കെ, 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടായിരിക്കണം. റൈറ്റ്, അപ്പൊ 1 3 ഉണ്ടെങ്കിൽ മാത്രം 3 1 മതി കേട്ടോ. 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 3 ഉണ്ട്, 3 2 ഉണ്ട്, അപ്പോഴും ആ റിലേഷൻ എന്ത് തന്നെയാണ്, സിമെട്രിക് തന്നെയാണ്. ഓക്കെ, സോ സിമെട്രിക് റിലേഷന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് A is said to be a symmetric relation if ordered pair xy belongs to R implies yx belongs to R for all x y belongs to set A. ഓക്കെ, അപ്പൊ A ന്റെ അകത്ത് ഡിഫൈൻ ചെയ്ത റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആവണമെങ്കിൽ ഓർഡർഡ് പെയർ എക്സ് വൈ അഥവാ അതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ ഓർഡർഡ് പെയർ എന്തും വേണം, വൈ എക്സ് ഉണ്ടാവണം. എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ എക്സും വേണം. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു എ. ഓക്കെ, ഈ റിലേഷൻ ആണ് നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് ഈ സെറ്റിൽ ഒരു എലമെന്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ് 1 2 3 4 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, എന്റെ അകത്ത് 1 2 3 4 ഞാൻ താഴത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ 4 എലമെന്റ് ഉണ്ട്. അപ്പോ ഇതിന്റെ അകത്ത് നമ്മൾ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ആ റിലേഷൻ സിമെട്രിക് നമുക്ക് നോക്കാം, അത് സിമെട്രിക് ആണോ അല്ലേ എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോ റിലേഷൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ റിലേഷൻ ഉണ്ടല്ലോ, സെക്കൻഡ് എലമെന്റ് ഇസ് ഡിവിസിബിൾ ബൈ ദ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞ റിലേഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അത് സിമെട്രിക് ആണോ അല്ലേ? റിലേഷൻ ഒന്നും എഴുതുന്നില്ല, അത് സിമെട്രിക് ആണോ അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. സെക്കൻഡ് എലമെന്റ് ഇസ് ഡിവിസിബിൾ ബൈ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സിമെട്രിക് ആണോ അല്ലേ? അപ്പൊ ഇവിടെ സിമെട്രിക് ആണോ നോക്കാൻ വേണ്ടിട്ട് ഇപ്പോ 1 2 ഉണ്ടല്ലോ ഇതിനകത്ത് അല്ലെ, ഉറപ്പല്ലേ 1 2 ഉണ്ട് എന്നുള്ളത്, കാരണം 2 1 നെ കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. 1 2 ഉണ്ട്, പക്ഷെ 2 1 ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. 1 2 ഉണ്ട്, കാരണം 2 1 നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 1 ഇല്ല, കാരണം 1 2 നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. 2 1 നെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് വെച്ചിട്ട് 1 2 നെ കൊണ്ട് ഡിവിസിബിൾ ആവണമെന്നില്ലല്ലോ. സോ നേരത്തെ പറഞ്ഞ ആ റിലേഷൻ അത് എന്തല്ല, സിമെട്രിക് അല്ല. ഓക്കെ, റിഫ്ലെക്സീവ് ആയിരുന്നു. എല്ലാ എലമെന്റും അതിനോട് തന്നെ ഡിവിസിബിൾ ആണല്ലോ. സെയിം എലമെന്റ് തന്നെ മേലെയും താഴെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്നാ കണ്ടു വരുമല്ലോ, അപ്പൊ ഡിവിസിബിൾ ആണല്ലോ. അത് റിഫ്ലെക്സീവ് ആയിരുന്നു, അത് നമ്മൾ പറഞ്ഞു നേരത്തെ. സിമെട്രിക് അല്ല. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. അപ്പൊ വേറൊരു എക്സാമ്പിൾ R equal to set of all ordered pair x y such that ഞാൻ പറയാണ് x plus y equal to odd number. ഇതിന്റെ അകത്ത് ഡിഫൈൻ ചെയ്ത റിലേഷൻ x plus y ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ റിലേഷൻ ഞാൻ ഇവിടെ എഴുതുകയാണെങ്കിൽ x plus y ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് റിലേഷൻ എഴുതുകയാണെങ്കിൽ അവിടെ ആരൊക്കെ ഉണ്ടാവും നോക്കാം നമുക്ക്. 1 ആദ്യം 1 1നോട് റിലേറ്റഡ് ആണെന്നുള്ള ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. 1 1 ഉണ്ടാവും ഇല്ല, 1 1 ഉണ്ടാവില്ല, കാരണം 1 plus 1 ഓഡ് നമ്പർ അല്ല. അപ്പോ 1 2 ഉണ്ടാവും, 1 2 ഉണ്ടാവും, പിന്നെ അതേപോലെ 1 4 ഉണ്ടാവും. ഓക്കെ, ഞാനിത് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ റിലേഷൻ ഇപ്പൊ 1 4 ഇനി അടുത്തത് എനിക്ക് 2 1 2 3 എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എഴുതാം. എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചോദിച്ചോട്ടെ, ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആവും? ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഇതേപോലെ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി നോക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ 1 2 3 4 ഞാൻ 1 2 3 4 5 6 7 9 10 പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ റിലേഷനിൽ A എന്ന് പറഞ്ഞ സെറ്റിന് പകരം N എന്ന് പറഞ്ഞ സെറ്റാ പറഞ്ഞു. നാച്ചുറൽ നമ്പറിനകത്താണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുണ്ടാവും, അത് മൊത്തം നമുക്ക് എഴുതി നോക്കാൻ വേണ്ടി പറ്റില്ല. സോ എഴുതി നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് സിമെട്രിക് ആണോ അല്ലേ എന്നുള്ളത്. ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അല്ലാതെ തന്നെ ഒന്ന് ആലോചിച്ചു ഇത് സിമെട്രിക് ആണോ അല്ലേ എന്നുള്ളത്. സിമെട്രിക് ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ പെയർ എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ എക്സ് ഉണ്ടാവണം. ഈ ഓർഡർ പെയർ എക്സ് വൈ ഉണ്ടാവുന്നത് എപ്പോഴാണ്? എക്സ് വൈ എപ്പോഴാണ് ഉണ്ടാവുന്നത്? എക്സ് പ്ലസ് വൈ ഓഡ് നമ്പർ ആവുമ്പോൾ. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് വൈ ഓഡ് നമ്പർ ആവും. വൈ എക്സ് എപ്പോഴാണ് ഉണ്ടാവുക? വൈ പ്ലസ് എക്സ് ഓഡ് നമ്പർ ആവുമ്പോൾ. ഈ എക്സ് പ്ലസ് വൈ ഓഡ് നമ്പർ ആണെങ്കിൽ വൈ പ്ലസ് എക്സും ഓഡ് നമ്പർ ആയിരിക്കൂലേ?
അല്ലെ? കാരണം എക്സ് പ്ലസ് വൈ വൈ പ്ലസ് എക്സ് എല്ലാം സെയിം തന്നെയല്ലേ? അത് എന്ത് കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ വൈ പ്ലസ് എക്സും തീർച്ചയായിട്ടും ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ സിമെട്രിക്കിന് ഒരു എക്സാമ്പിൾ ആണിത്. 1 2 ഉണ്ടെങ്കിൽ എന്തായാലും 2 1 ഉണ്ടാവും. ഞാൻ ഇത് വെറുതെ എഴുതി ഞാൻ ഇങ്ങനെ 1 2 ഉണ്ട്, ഇതേ കിടക്കുന്ന ഇവിടെ 2 1 ഇവിടെ 1 4 ഇതാ 4 1 ഇതാ ഇങ്ങനെ എനിക്ക് പറഞ്ഞ ഇവിടെ കളിക്കേണ്ട കാര്യമില്ലല്ലോ. ചെറിയ ലോജിക് വെച്ച് കെട്ടാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ അത് എന്തായാലും എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ എക്സ് ഉണ്ടാവും ഉറപ്പാണ്. ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആണ്. സിമെട്രിക് റിലേഷൻ എന്താ പറഞ്ഞത്? റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് A is said to be symmetric relation if ordered pair xy belongs to R implies ordered pair yx belongs to R. അപ്പൊ xy ഉണ്ടെങ്കിൽ yx ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോർ ഓൾ xy belongs to the set A. A ന്റെ അകത്ത് ഡിഫൈൻ ചെയ്തതുകൊണ്ട് x ഉം y ഒക്കെ A യിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, സോ ഇതാണ് സിമെട്രിക് റിലേഷൻ. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇങ്ങനെ മൂന്ന് സംഭവം, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ട്രാൻസിറ്റീവ് റിലേഷനെ കുറിച്ചാണ്. ഓക്കെ, ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോ ട്രാൻസിറ്റീവ് റിലേഷൻ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് ഡിഫൈൻ ചെയ്ത റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആവുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 ഇവരുടെ എപ്പോഴും ഇങ്ങനെ 1 2 3 4 എടുക്കുന്നത് വിചാരിക്കണ്ട. ഏറ്റവും എളുപ്പം അത് തന്നെയാണ്. നമുക്ക് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് നല്ല നല്ല അടിപൊളി സെറ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റ് ഇപ്പോ 1 2 3 4 ആണെന്ന് വിചാരിച്ചു. എന്റെ അകത്ത് ഡിഫൈൻ ചെയ്ത റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് സപ്പോസ് 1 2 ഓർഡർ പെയർ 1 2 റിലേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, 1 2 ബിലോങ്സ് ടു ദ റിലേഷൻ ആണെന്ന് വിചാരിച്ചു. 1 2 ഉണ്ട്. ഓക്കെ, 1 2 ഉണ്ട്, റിലേഷന്റെ അകത്ത് ഉണ്ട്. ഓക്കെ, റിലേഷൻ മൊത്തം ഞാൻ എഴുതുന്നില്ല, ആ റിലേഷന്റെ അകത്ത് 1 2 ഉണ്ടെന്ന് വിചാരിച്ചു. 2 ഇപ്പൊ 1 2 എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് എലമെന്റ് ആണല്ലോ. ഇനി 2 ഫസ്റ്റ് എലമെന്റ് ആവുന്ന രീതിയിൽ വേറൊരു എലമെന്റ് കൂടി ഉണ്ട്. ഇതേ റിലേഷനിൽ തന്നെ 2 ഫസ്റ്റ് എലമെന്റ് ആവുന്ന രീതിയിൽ ഒരു എലമെന്റ് കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. മീൻസ് 2 3. ഇവിടെ 2 ഫസ്റ്റ് എലമെന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് 1 ഉം 2 ഉം റിലേറ്റഡ് ആണ്, 2 ഉം 3 ഉം റിലേറ്റഡ് ആണ്. സോ 1 നിന്ന് 2 ലേക്കും 2 നിന്ന് 3 ലേക്കും റിലേഷൻ ഉണ്ടെങ്കിൽ 1 നിന്ന് 3 ലേക്ക് റിലേഷൻ ഉണ്ടായിരിക്കണം. അതാണ് ട്രാൻസിറ്റീവ്. 1 2 ഉം 2 3 ഉം ഉണ്ടെങ്കിൽ, ഒന്നുകൂടി ഉറപ്പിച്ച് പറയട്ടെ, 1 2 ഉം 2 3 ഉം ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, 1 2 ഉം 2 3 ഉം റിലേഷനിൽ ഉണ്ടെങ്കിൽ 1 3 റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോഴാണ് അത് ട്രാൻസിറ്റീവ് ആവുന്നത്. ഓക്കെ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്, എന്നാ പിന്നെ 1 3 ഉണ്ടാവണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഇനിയിപ്പോ 2 3 ഉണ്ട്, 3 ന്ന് പിന്നെ 4 ലേക്ക് ഉണ്ട്, 3 4 ഉണ്ടെങ്കിൽ 2 3 ഉണ്ട്, 3 4 ഉണ്ടെങ്കിൽ 2 4 ഉണ്ടായിരിക്കാം. സോ ഈ ടൈപ്പ് റിലേഷൻ ആണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ്, കുറച്ച് കൺഫ്യൂഷൻ ആവുന്ന ഒരു സംഭവമാണത്. നമുക്ക് ആദ്യം അതിന്റെ ഡെഫിനിഷൻ പറയാം. ഓക്കെ, relation defined on set A is said to be a transitive relation if ordered pair xy and yz belongs to R. xy and yz belongs to R implies xz belongs to R. അപ്പൊ xy യും yz ഉം റിലേഷനിൽ ഉണ്ടെങ്കിൽ xz ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞു വെറുപ്പിക്കാൻ കാരണം എന്താ വെച്ചാൽ xy യും yz ഉം ഉണ്ടെങ്കിൽ xz ഉണ്ടാവുമ്പോഴാണ് ട്രാൻസിറ്റീവ് ആവുന്നത്. അഥവാ xy ഉണ്ട്, y ന്ന് പിന്നെ ഇങ്ങോട്ട് റിലേഷൻ ഇല്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ സെറ്റിന്റെ അകത്ത് തന്നെ ഈ എ എന്ന് പറഞ്ഞ ഈ സെറ്റിന്റെ അകത്ത് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്ത് ആ റിലേഷനിൽ ഇപ്പോ ഇതാണ് ആ റിലേഷനിലുള്ള മെമ്പേഴ്സ് മൊത്തം ഞാൻ എഴുതാണേ. 1 2 ഉണ്ട്, 2 ന്ന് പിന്നെ എങ്ങോട്ടെങ്കിലും ഒരു 2 ഫസ്റ്റ് എലമെന്റ് ആവുന്ന രീതിയിൽ 2 ന്ന് ഒരു 3 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 ന്ന് 4 ലേക്ക് ഉണ്ടെങ്കിൽ 1 ന്ന് അങ്ങോട്ടും വേണം. ഓക്കെ, പക്ഷെ 1 2 ഉണ്ട്, 2 പിന്നെ ഫസ്റ്റ് എലമെന്റ് ആവുന്നില്ല. അതിനോട് സിറ്റുവേഷൻ ഇല്ല. നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്ത് എഴുതി നോക്കുമ്പോൾ 2 ഫസ്റ്റ് എലമെന്റ് ആവുന്നില്ല. 1 2 ഉണ്ട്, നെക്സ്റ്റ് ഉള്ളത് ഒരു 3 4 ആണെന്ന് വിചാരിച്ചോ. 1 2 പിന്നെ 3 4 അല്ലെങ്കിൽ 1 2 മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 1 2 ഉണ്ട്, 3 4 ഉണ്ട്. ഇവിടെ നോക്ക്, 1 2 ഉണ്ട്, 2 പിന്നെ എങ്ങോട്ടും ഇല്ല. 3 4 ഉണ്ട്, അതിനോട് ചെക്ക് ചെയ്യണേ. 3 4 ഉണ്ട്, 4 പിന്നെ എങ്ങോട്ടും റിലേഷൻ പോകുന്നില്ല. സോ ഈ റിലേഷനും ട്രാൻസിറ്റീവ് ആണ്. കൺഫ്യൂഷൻ ആവണം. ആ കൺഫ്യൂഷൻ ആവുന്നത് ഇപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് പോയി വേണം. എക്സാം ആണ് ഇതിന് കൺഫ്യൂഷൻ ആവുള്ള പ്രശ്നം. ഓക്കെ, നമുക്ക് 1 2 ഉണ്ട്, 2 പിന്നെ എങ്ങോട്ടും പോകുന്നില്ല. 3 4 ഉണ്ട്, 4 എങ്ങോട്ടും പോകുന്നില്ല. അഥവാ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ 1 2 ഉണ്ട്, 2 3 ഉണ്ടെങ്കിൽ പിന്നെ എന്തും കൂടി വേണം, 1 3 വേണം. ഓക്കെ, പക്ഷെ 1 2 ഉണ്ട്, 2 പിന്നെ എങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ അപ്പോഴത് ട്രാൻസിറ്റീവ് തന്നെയാണ്. മീൻസ് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. 1 2 ഓർഡർ പെയർ 1 2 ഓൾ 3 4 എന്നുള്ളത് ട്രാൻസിറ്റീവ് തന്നെയാണ്. ഓക്കെ, ട്രാൻസിറ്റീവ് അല്ലാതെ ആവുന്ന സിറ്റുവേഷൻ നോക്കി നോക്കുക. സപ്പോസ് ഇവിടെ 1 2 ഉണ്ട്, പിന്നെ 2 3 കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ. 1 2 ഉണ്ട്, 3 4 ഉണ്ട്, 2 3 കൂടി ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പൊ അത് ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ഓക്കെ, അപ്പൊ
അപ്പൊ 1 2 2 3 വന്ന സ്ഥിതിക്ക് 1 3 വന്നാലേ ഇത് ട്രാൻസിറ്റീവ് ആവുള്ളൂ. പക്ഷെ 1 3 വന്നാൽ ഇത് ട്രാൻസിറ്റീവ് ഇനിയിപ്പോ 1 3 ഞാൻ ഇവിടെ എഴുതി ചേർന്ന് വിചാരിച്ചോ, അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആവണമെന്നില്ല. കാരണം ഇവിടെ 1 3 ഉണ്ട്, 3 4 ഉണ്ട്, അപ്പൊ പിന്നെ അത് 1 4 വരേണ്ടി വരും. അപ്പൊ 1 4 എഴുതി ചേർത്താൽ ഒരു പക്ഷെ ചിലപ്പോൾ ആവാതിരിക്കും, ഇങ്ങനെ കളിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താന്നുള്ളത്. ഓക്കെ, എ ബി ഉണ്ട്, ബി സി ഉണ്ട്. ഓക്കെ, എ ബി ഉണ്ട് എന്ന് പറഞ്ഞാൽ എ ബിയും റിലേറ്റഡ് ആണ്. ഓക്കെ, ഈ എയും ബിയും റിലേറ്റഡ് ആണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതും. ഓർഡർ പെയർ എ ബി ബിലോങ്സ് ടു ദ റിലേഷൻ നമ്മൾ ഏത് ലെറ്റർ കൊടുക്കുന്നത് അതനുസരിച്ച് ഇവിടെ ആറാണ് പൊതുവെ കൊടുക്കാറ്. ഓർഡർ പെയർ എ ബി ബിലോങ്സ് ടു ആർ എഴുതും. ഓക്കെ, അതായത് എയും ബിയും തമ്മിൽ റിലേറ്റഡ് ആണെന്നുള്ളത് അത് നമ്മൾ ഇങ്ങനെ എഴുതും. എ ആർ ബി, എ ഇസ് റിലേറ്റഡ് ടു ബി. ഓക്കെ, ഓർഡർ പെയർ എ ബി ബിലോങ്സ് ടു ഓർഡർ പെയർ എ ബി റിലേഷൻ ഉണ്ട്, എയും ബിയും റിലേറ്റഡ് ആണ്. അതേപോലെ എ ആർ ബി എന്ന് പറഞ്ഞാൽ സെയിം, ഇത് രണ്ടും ഉദ്ദേശിക്കുന്നത് ഒരു സംഭവത്തെ തന്നെയാണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മള് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് എന്താന്നുള്ളത് ജസ്റ്റ് ഇതിനൊന്നും എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഒരു സെറ്റ് ബിൽഡർ ഫോമിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് എന്തായാലും പറയുമല്ലോ, അപ്പൊ പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ റിഫ്ലെക്സീവ് എന്താ, സിമെട്രിക് എന്താ, ട്രാൻസിറ്റീവ് എന്താന്നുള്ളത് നമ്മള് ജസ്റ്റ് പറഞ്ഞു വെച്ച്, ഡെഫിനിഷൻസ് അടക്കം പറഞ്ഞു വെച്ച്. ഇനി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സോ ഇക്വാലൻസ് റിലേഷൻ പ്രത്യേക എക്സാമ്പിൾ ഒന്നും വേണമെന്നില്ല, ഇപ്പൊ തന്നെ പറയാവുന്നുള്ളൂ. ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതൊരു ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ അത് സെയിം ടൈം റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവണം. ഇപ്പൊ നമ്മൾ മൂന്നെണ്ണം പറഞ്ഞല്ലോ, ഇത് മൂന്നും ഒരു റിലേഷൻ അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻ നമുക്ക് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ is said to be equivalence relation if it is reflexive, symmetric and transitive. ഇനി പറയാനുള്ളത് ഇക്വാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇക്വാലൻസ് ക്ലാസ് എന്താണെന്നുള്ളത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് മനസ്സിലാവില്ല. ഓക്കെ, വെറുതെ അങ്ങനെ കേട്ടിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഇക്വാലൻസ് ക്ലാസ് മനസ്സിലാവണമെങ്കിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ഒരു എക്സാമ്പിൾ എത്തും. ഇക്വാലൻസ് ക്ലാസ് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എത്തുന്ന സിറ്റുവേഷനിൽ പറയാം. ഇതാണ് ഇക്വാലൻസ് ക്ലാസ്. ഒരു സെറ്റിന്റെ അകത്ത് ഒരു എലമെന്റിന്റെ ഇക്വാലൻസ് ക്ലാസ്. ഇപ്പോ എ എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് റിലേഷൻ ഡിഫൈൻ ചെയ്ത് ഈ റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് വിചാരിച്ചോ. ഈ റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെങ്കിൽ 1നും 2നും 3ക്കും 4നും ഒക്കെ ഇക്വാലൻസ് ക്ലാസ് ഒരു സംഭവം ഉണ്ടാവും. 1ന് ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും, 2ക്ക് ഒരു ഇക്വാലൻസ് ക്ലാസ് ഉണ്ടാവും, 3ക്ക് 4നും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഇക്വാലൻസ് ക്ലാസ്സിന് ഇപ്പൊ ജസ്റ്റ് പറഞ്ഞിരുന്നതിനെക്കാട്ടും ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം വാട്ട് ഇസ് ഇക്വാലൻസ് ക്ലാസ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും. ഇക്വാലൻസ് ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇക്വാലൻസ് ക്ലാസ് ഒരു ടേം കാണാം, ബട്ട് എൻട്രൻസിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞിടുന്നത്. ഓക്കെ, ഇക്വാലൻസ് ക്ലാസ് നമുക്കത് അപ്പൊ പറയാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് NCERT-യിലെ പ്രോബ്ലംസ് നമുക്ക് ആദ്യം കവർ ചെയ്യാം. NCERT പ്രോബ്ലംസ് കവർ ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇപ്പോ റിഫ്ലെക്സീവ് ഈ ടൈപ്സ് ഓഫ് റിലേഷനിൽ തന്നെ കുറച്ചും കൂടി അധികം റിലേഷൻസ് പഠിക്കാനുണ്ട്. NCERT കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് NCERT കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ജെയിലും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ലെവലിലേക്ക് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് NCERT ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് NCERT-യിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ചെയ്യാം. ഏറ്റവും ആദ്യത്തെ എക്സസൈസിലെ ആദ്യത്തെ ചോദ്യം. സോ ആദ്യത്തെ ചോദ്യം ഹെഡിംഗ് ആണ് ഡിറ്റർമൈൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ് റിലേഷൻസ്. ഓക്കെ, തന്നിരിക്കുന്നത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, താഴത്തെ കുറെ റിലേഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ റിലേഷൻ റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര അപ് ടു 14 വരെ ഉണ്ട്. ഡിഫൈൻഡ് ഓൺ സെറ്റ് എ. Okay, defined as R is equal to set of all ordered pair xy such that 3x minus y is equal to 0. Okay, so relation ഇതാണ് 3x minus y should be equal to 0. 3x minus y 0 ആണെങ്കിൽ നമുക്ക് ആ റിലേഷനിൽ ഓക്കെ ആ റിലേഷനിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 എക്സെട്ര അപ് ടു 14 വരെ ഉണ്ട്. നിങ്ങൾക്ക് കാണാം 1 2 3 4 എക്സെട്ര അപ് ടു 14 വരെ ഉണ്ട്. റിലേഷൻ തന്നത് 3x minus y equal to 0. So 3x minus y is equal to 0 കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അതിനെ y equal to 3x എഴുതാം. ഓക്കെ, y equal to 3x നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന് കുറച്ചും കൂടി മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാവും. സോ y equal to 3x. സോ y എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലിമെന്റ്, x എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലിമെന്റ്. സോ y is equal to 3x എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലിമെന്റ് ഫസ്റ്റ് എലിമെന്റിന്റെ 3 ടൈംസ് ആയിരിക്കണം. മീൻസ് ഫസ്റ്റ് എലിമെന്റ് 1 ആണെങ്കിൽ സെക്കൻഡ് എലിമെന്റ് 3 ആയിരിക്കണം, 2 ആണെങ്കിൽ 6 ആയിരിക്കണം. അതേപോലെ അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ എഴുതാം. R is equal to 1 3 ഉണ്ടാവും അല്ലെ. 1ന്റെ ഇമേജ് 3 ആയിരിക്കും. 1 3 ഉണ്ടാവും, 2ക്ക് 6 ഉണ്ടാവും, 3 9 ഉണ്ടാവും, 4ന് 12 ഉണ്ടാവും, 5ന് ആരും ഉണ്ടാവില്ല കാരണം 5 15 ആണ്. ഇവിടെ ആകെ 14 വരെ തന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് റിലേഷൻ. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ റീകലക്ട് ചെയ്യുക എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ്. സോ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ 1 ഉണ്ട്, 1 1 ഇല്ല. കാണാലോ 1 1 ഇല്ല എന്നുള്ളത്.
ഓക്കെ 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ടായിരിക്കണം മീൻസ് 1 1 ഇല്ല അതന്നെ മതി റിഫ്ലെക്സീവ് അല്ല പരിപാടി കഴിഞ്ഞ് സോ ദിസ് റിലേഷൻ ഇസ് നോട്ട് റിഫ്ലെക്സീവ് ഓക്കെ നോട്ട് റിഫ്ലെക്സീവ് നോട്ട് റിഫ്ലെക്സീവ് എന്താ റീസൺ ഏതാ നോട്ട് റിഫ്ലെക്സീവിന് 1 ബിലോങ്സ് ടു സെറ്റ് എ 1 എന്ന് പറഞ്ഞ എലമെന്റ് എ ഉണ്ട് ബട്ട് 1 does not belongs to does not ആണ് ഒരു വെട്ടിടാം does not belongs to the relation okay ധാരാളം മതി റിഫ്ലെക്സീവ് അല്ല ഇനി സിമെട്രിക് ആണോ നോക്കിയോ സിമെട്രിക് ഇന്നതാ 1 3 ഉണ്ടെങ്കിൽ 3 1 ഉണ്ടായിരിക്കണം 2 6 ഉണ്ടെങ്കിൽ 6 2 ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ 1 3 ഉണ്ട് പക്ഷെ 3 1 ഇല്ല അതന്നെ മതി ഓക്കെ അപ്പൊ ഏതോ ഒന്ന് ഉണ്ടാവേണ്ടത് മതി സപ്പോസ് ഇതിനകത്ത് സപ്പോസ് 1 3 ഉണ്ട് 3 1 ഉണ്ട് 2 6 ഉണ്ട് 6 2 ഉണ്ട് 3 9 ഉണ്ട് 9 2 ഉണ്ട് 4 12 ഉണ്ട് 12 4 ഇല്ല എന്ന് വിചാരിച്ചു അപ്പോഴും അത് ഉണ്ടാവുന്നില്ല സിമെട്രിക് ആവുന്നില്ല ഓക്കെ അപ്പൊ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ തന്നെ അതിന്റെ സിമെട്രി നഷ്ടപ്പെടും അപ്പോ ഇവിടെ നമുക്ക് അത്രയും ഒന്നും എഴുതണമെന്നില്ല നമ്മൾ എഴുതാം നോട്ട് സിമെട്രിക് ഓക്കെ നോട്ട് സിമെട്രിക് കാരണം എന്താണ് ഓക്കെ നോട്ട് സിമെട്രിക് റീസൺ എന്താ 1 3 belongs to A ഓക്കെ 1 ഉം 3 ഉം A ന്റെ അകത്തുണ്ട് A 1 മുതൽ 14 വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് 1 ഉം 3 ഉം A ന്റെ അകത്തുണ്ട് ഓർഡേർഡ് പെയർ 1 3 റിലേഷന്റെ അകത്തും ഉണ്ട് ഓക്കെ 1 ഉം 3 ആദ്യം എവിടെ ഉള്ളതെന്ന് നമുക്ക് പറയണം A എന്ന് പറഞ്ഞ സെറ്റ് ഡിഫൈൻ ചെയ്തതിനുണ്ട് A എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് ആയിരിക്കാം നമ്മൾ ഈ മെമ്പർ ഒക്കെ എടുക്കുന്നത് ഓക്കെ അപ്പൊ 1 ഉം 3 ഉം A ന്റെ അകത്തുണ്ട് 1 3 റിലേഷനിലുണ്ട് 3 1 റിലേഷനിലില്ല 3 1 does not belongs to the relation 1 3 ഉണ്ട് പക്ഷേ 3 1 ഇല്ല അതുകൊണ്ട് എന്തല്ല സിമെട്രിക് അല്ല നോട്ട് സിമെട്രിക് അപ്പൊ സിമെട്രിക് പോലെ ട്രാൻസിറ്റീവിന്റെ പരിപാടി നോക്കാം ഓക്കെ സോ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എ ബി ഉണ്ട് ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണോ നോക്കാം നമുക്ക് 1 3 ഉണ്ട് 3 എവിടെയെങ്കിലും ഫസ്റ്റ് എലമെന്റ് ആവുണ്ടോ നോക്കേണ്ടത് ആ കിടക്കുന്നു 3 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് 3 9 ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് വേണ്ടി വരും 1 9 വേണ്ടി വരും ഓക്കെ ഇത് നോക്കിയാ അഥവാ ഈ 3 9 ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചോ ഈ 3 9 എന്നുള്ള സംഭവം ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചോ 1 3 ഉണ്ട് 2 6 ഉണ്ട് 3 9 ഇല്ലെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആവുമായിരുന്നു കണ്ടോ 3 പിന്നെ വേറെ എവിടെയും 3 9 ഇല്ലെങ്കിലേ 3 പിന്നെ വേറെ എവിടെയും വരുന്നില്ല 2 6 ഉണ്ട് 6 പിന്നെ വേറെ ഫസ്റ്റ് എലമെന്റ് ആവുന്നില്ല 4 12 12 ഫസ്റ്റ് എലമെന്റ് ആവുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത് ട്രാൻസിറ്റീവ് ആവുമായിരുന്നു 3 9 ഉള്ളത് കൊണ്ട് മാത്രം ഇത് ട്രാൻസിറ്റീവ് അല്ല ഇപ്പൊ നമ്മളിവിടെ എഴുതാൻ നോട്ട് ട്രാൻസിറ്റീവ് അല്ല നോട്ട് ട്രാൻസിറ്റീവ് അപ്പൊ റീസൺ എന്താ എഴുതേണ്ടത് നമ്മൾ ഈ 1 3 ഉം 3 9 ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ നമ്മൾ എഴുതാം 1 3 9 belongs to A 1 3 comma 1 3 and 3 9 belongs to R 1 3 ഉം 3 9 ഉം റിലേഷനിൽ ഉണ്ട് ബട്ട് 1 9 ബട്ട് വേണമെങ്കിൽ എഴുതി ചേർത്തട്ടാ 1 3 ഉണ്ട് 3 9 ഉണ്ട് 1 9 does not belongs to the relation അതുകൊണ്ട് എന്തല്ല ട്രാൻസിറ്റീവ് അല്ല so this is not reflexive neither symmetric nor transitive okay so നമുക്ക് വേറെ ചോദ്യത്തിലേക്ക് പോവാം നെക്സ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ മൂന്നാമത്തെ പാർട്ടാണ് അപ്പൊ അതിൽ പറഞ്ഞ എ ഇസ് ഈക്വൽ ടു സെറ്റ് തന്നിട്ടുണ്ട് അതിനകത്ത് 1 2 3 4 5 6 ഇങ്ങനെ 6 എലിമെന്റ്സ് ആണുള്ളത് റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഇസ് ഡിവിസിബിൾ ബൈ എക്സ് ഓക്കെ നമ്മൾ നേരത്തെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ് വൈ ഇസ് ഡിവിസിബിൾ ബൈ എക്സ് മീൻസ് സെക്കൻഡ് എലിമെന്റ് ഫസ്റ്റ് എലിമെന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ നേരത്തെ അതേ ഹെഡിങ് തന്നെയാണ് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ഇതാണ് ചോദ്യം ഓക്കെ നേരത്തെ നമ്മൾ റിഫ്ലെക്സീവിനോ സിമെട്രിക്കിനോ റിഫ്ലെക്സീവിന് എക്സാമ്പിൾ ആയിട്ട് എടുത്ത സംഭവമാണത് ഓക്കെ അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് റിലേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം y is divisible by x സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റ് ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ല് 1 ന്റെ ഇമേജ് ആയിട്ട് 1 വരും കാരണം 1 ഡിവിസിബിൾ ബൈ 1 ആണ് 1 ന്റെ ഇമേജ് ആയിട്ട് എല്ലാം വരുമല്ലോ കാരണം എല്ലാത്തിനെയും നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ 1 2 വരും കാരണം 2 is divisible by 1 1 3 വരും 3 is divisible by 1 അങ്ങനെ 1 6 വരെ എല്ലാം വരും നെക്സ്റ്റ് 2 ന്റെ ഇമേജസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 2 ഉണ്ടാവും ഓക്കെ പിന്നെ 2 4 ഉണ്ടാവും 2 6 ഉണ്ടാവും ഞാൻ എഴുതുന്നില്ല 3 3 ഉണ്ടാവും കാരണം 3 is divisible by 3 3 6 ഉണ്ടാവും 4 4 ഉണ്ടാവും 6 5 5 ഉണ്ടാവും 6 6 ഉണ്ടാവും ഓക്കെ സോ ഇങ്ങനെ വരും ഈ റിലേഷൻ എഴുതിയതിനു ശേഷം നമുക്ക് പറയാം 1 1 ഇതാ 2 2 ഇതാ 3 3 ഇതാ 4 4 ഇതാ റിലേഷൻ റിഫ്ലെക്സീവ് ആണ് സിമെട്രിക് അല്ല കാരണം 1 2 ഉണ്ടെങ്കിൽ 2 1 നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അടുത്ത ലെവലിലേക്ക് പോകണം അടുത്ത ലെവലിൽ നമുക്ക് ഇത് എഴുതാതെ ഈ റിലേഷൻ ഇപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതാതെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അത് കംപ്ലീറ്റ് എഴുതുന്നില്ല എഴുതാതെ തന്നെ നമുക്ക് ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പറ്റണം ഓക്കെ
കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 1 2 3 4 5 6 ആണ്. ബട്ട് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിൽ ഒരു പക്ഷേ 1 2 3 4 5 6 അല്ലെങ്കിൽ ഇൻഫിനിറ്റ് സെറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫിനിറ്റ് സെറ്റ് ഒക്കെ വരുമ്പോൾ നമുക്കത് മൊത്തം റോസ്റ്റർ ഫോമിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റില്ല. അത് എഴുതാതെ തന്നെ നമുക്കത് പറയാൻ അറിഞ്ഞിരിക്കണം. സോ എക്സാമിന് നമുക്ക് അതാണ് ആവശ്യമുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതുന്നത് റിഫ്ലെക്സീവ് ആണോ അല്ലേ എന്നുള്ളതാണ്. പക്ഷെ ആദ്യം നമുക്കൊരു ബോധം വേണം കേട്ടോ, ഇത് റിഫ്ലെക്സീവ് ആണോ അല്ലേ എന്നുള്ളത്. സോ റിഫ്ലെക്സീവ് ആണോ എന്നുള്ളത് അറിയാമല്ലോ നിങ്ങൾക്ക് അല്ലെ. 1 1 ഉണ്ട്, കാരണം 1 ഡിവിസിബിൾ ബൈ 1, 2 2 ഉണ്ടാവും, 2 ഡിവിസിബിൾ ബൈ 2. റിഫ്ലെക്സീവിന്റെ ഡെഫിനിഷൻ അതാണ്. റിഫ്ലെക്സിന്റെ ഡെഫിനിഷൻ എന്ത് ഓർമ്മയുണ്ടല്ലോ, a relation defines on set A is said to be reflexive if ordered pair AA belongs to, for all A belongs to the set A. Okay, അപ്പോൾ അങ്ങനെയാണ് അത് റിഫ്ലെക്സീവ് ആവുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അപ്പൊ 1 1 2 2 3 എല്ലാം ഉള്ളത് കൊണ്ട് അത് റിഫ്ലെക്സീവ് ആണ്. ബട്ട് നമ്മൾ അത് എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഓക്കെ, സോ നമ്മൾ എഴുതി തുടങ്ങുന്നത് റിഫ്ലെക്സീവിന് വേണ്ടിട്ടാ. ലെറ്റ് x belongs to A. x belongs to A എന്ന് നമ്മൾ എഴുതുമ്പോൾ x എന്താവാം? x 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. അപ്പൊ എല്ലാത്തിനും കൂടി കൂടിയിട്ടാണ് ഈ സംഭവം പറയുന്നത്. ഓക്കെ, x belongs to A. അപ്പൊ x ന് ഈ 6 വാല്യൂസിന് ഏത് വേണമെങ്കിലും ആവാം. നമ്മളെന്താ കാണിക്കുന്നത് വെച്ചാൽ x ഏലുള്ള ഏത് എലമെന്റ് ആണെങ്കിലും ഓർഡർ പെയർ xx belongs to the relation ആയിരിക്കണം. ഓക്കെ, സോ ഓർഡർ പെയർ xx belongs to the relation ആവാനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം. Since x is divisible by itself, അതിനെ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. x by x equal to 1 ആണല്ലോ. ഒരു നമ്പറിന്റെ ഡിവിസിബിൾ ആണെന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ആ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇന്റിജർ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇതിന്റെ ഡിവിസിബിൾ ആണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ x by x 1 കിട്ടി, അതുകൊണ്ട് നമുക്ക് എന്തായാലും അത് ഡിവിസിബിൾ ആണെന്ന് പറയാം. സോ x is divisible by itself. ഓക്കെ, അപ്പൊ x by x 1 ആണെന്ന് ഞാൻ വെറുതെ ചുമ്മാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, x is divisible by itself ഒന്നുകൊണ്ട് ordered pair xx belongs to the relation. നമുക്കിവിടെ റിലേഷനിൽ ബിലോങ് ചെയ്യാൻ, റിലേഷനിൽ ഉണ്ടാവാനുള്ള എങ്ങനെയാണ് റിലേഷനിൽ ഉണ്ടാവുന്നത്? എക്സ് വൈ റിലേഷനിൽ ഉണ്ടാവുന്നത് എപ്പോഴാണ്? y ഡിവിസിബിൾ ബൈ x ആവുമ്പോൾ. x x എപ്പോഴും റിലേഷനിൽ ഉണ്ടാവും? x ഡിവിസിബിൾ ബൈ x ആവുമ്പോൾ. അപ്പൊ x ഡിവിസിബിൾ ബൈ x ആണ്, അറിയാലോ, x by x 1 ആണ്. സോ xx belongs to since x is divisible by ordered pair, that is ordered pair xx belongs to the relation. For all, okay, for all is simple. For all x belongs to A. Okay, x A ൽ പെട്ട ഏത് മെമ്പർ ആണെങ്കിലും ordered pair xx റിലേഷൻ ഉണ്ട്. So relation is reflexive. Hence R is reflexive. Okay, അപ്പൊ റിഫ്ലെക്സിവിന്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി സിമെട്രിക് ഉണ്ടോ, അതായത് സിമെട്രിക് ആണോ അല്ലേ എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പൊ സിമെട്രിക്കിന്റെ ഡെഫിനേഷൻ ഓർമ്മ ഉണ്ടല്ലോ, ഒരു റിലേഷൻ എങ്ങനെ സിമെട്രിക് ആവുന്നത്. 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം, 2 3 ഉണ്ടെങ്കിൽ 3 2 വേണം. ഇതാണ് സിമെട്രിക്കിന്റെ. സോ സിമെട്രിക്കിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? Ordered pair xy belongs to R implies yx belongs to R for all xy belongs to the set A. Okay, A ൽ സിമെട്രിക് ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ xy ഉണ്ടെങ്കിൽ yx ഉണ്ടാവണം. ഓക്കെ, അതും ഒരു എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ മീൻസ് റിഫ്ലെക്സീവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റണം. xy ഉണ്ടെങ്കിൽ yx ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, ബട്ട് റിഫ്ലെക്സീവ് അല്ല എന്ന് പറയാനാണ്, സോറി സിമെട്രിക് കേട്ടോ, സിമെട്രിക് അല്ല എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അതില്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല എന്ന് കാണിച്ചാൽ മതി. കാരണം റിഫ്ലെക്സീവ് ആവും. ഇപ്പൊ റിഫ്ലെക്സീവിന്റെ എക്സാമ്പിൾ ആണല്ലോ, അപ്പൊ റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി 1 1 2 2 3 3 4 4 5 5 6 6 ഉണ്ടെന്ന് എഴുതണം. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം എഴുതണം. അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല വിചാരിച്ചോ. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ 3 3 ഇല്ല, അതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല എന്ന് പറഞ്ഞാൽ മതി. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ 3 3 ഇല്ലാത്തതുകൊണ്ടാണ് റിഫ്ലെക്സീവ് അല്ലാത്തത്, അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിമെട്രിക് ആണ് എന്നാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ നമുക്ക് 1 2 ഉണ്ട് 2 1 1 2 ഉണ്ട് 2 1 ഉണ്ട് 2 3 ഉണ്ട് 3 2 ഉണ്ട്, അത് മൊത്തം എഴുതി കാണിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ റീസൺ എഴുതണം. ഇതിപ്പോ റീസൺ എഴുതിയ പോലെ സിമെട്രിക് ആവാനുള്ള റീസൺ ഇതേപോലെ എഴുതി വെച്ചാൽ മതി. നമുക്ക് ഉള്ള നോളജ് വെച്ചിട്ട്, നമ്മളിപ്പോ 10ാം ക്ലാസ് 12ാം ക്ലാസ് വരെയുള്ള നോളജ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി റീസൺ ഇങ്ങനെ കാണിച്ചാൽ മതി. ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് സിമെട്രിക് ആണെന്നുള്ളത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. അപ്പൊ ഇത് അത് സിമെട്രിക് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സാധനമാണ് ഇത്, കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സാധനം. റിഫ്ലെക്സീവിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇത് സിമെട്രിക് ആണോ? ഇപ്പൊ 1 2 ഉണ്ട്, കാരണം 2 ഡിവിസിബിൾ ബൈ 1 ആണ്. പക്ഷേ 2 1 ഉണ്ടോ? 2 1 ഉണ്ടാവണമെങ്കിൽ 1 ഡിവിസിബിൾ ബൈ 2 ആവണം അല്ലെ? എക്സ് ബൈ ഉണ്ടാവുന്ന എപ്പോഴാണ്? y ഡിവിസിബിൾ ബൈ x ആവുമ്പോൾ സെക്കൻഡ് എലമെന്റ് ഫസ്റ്റ് എലമെന്റിനോട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. പക്ഷെ ഞങ്ങൾക്ക് അറിയാം 1 2 ഉണ്ട്, പക്ഷേ 2 1 ഇല്ല, 1 ഡിവിസിബിൾ ബൈ 2 അല്ല. അപ്പൊ അതങ്ങോട്ട് എഴുതിയാൽ മതി. സിമെട്രിക് അല്ല അതിന്റെ റീസൺ അത് മാത്രം എഴുതിയാൽ മതി. ആണെന്നുണ്ടെങ്കിലാണ് അത് മൊത്തം എഴുതേണ്ടത്. ഓക്കെ,
അപ്പൊ നമ്മളത് എങ്ങനെ എഴുതി തുടങ്ങാന്ന് വെച്ചാൽ 1ഉം 2ഉം എവിടെ ഉള്ളതാണ്? എന്റെ അകത്തുള്ള മെമ്പറാണ്. എന്റെ അകത്ത് 1 2 3 4 5 6 1ഉം 2ഉം ഉണ്ട്. ഓക്കെ, ഓർഡേഡ് പെയർ 1 2 ബിലോങ്സ് ടു ദ റിലേഷൻ. അതിന് പ്രത്യേക കാരണങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല, കണ്ടാൽ അറിയാം. 2 is divisible by 1. ഓക്കെ, 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓർഡേഡ് പെയർ 1 2 divisible by ordered pair 1 2 belongs to the relation, but 2 1 does not belongs to the relation. Okay, 1 2 ഉണ്ട് പക്ഷേ 2 1 ഇല്ല. 2 divisible by 1 പക്ഷേ 1 divisible by 2 അല്ല. അതുകൊണ്ടാണ് കാരണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് this is not transitive. ഓക്കെ, അപ്പോൾ not transitive അല്ല, സിമെട്രിക്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പറയുമ്പോൾ മാറിപ്പോകും. ഓക്കെ, നോട്ട് സിമെട്രിക്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല. ഇനി നമുക്ക് അടുത്തത് കാണിക്കാനുള്ളത് ഇതിന്റെ ട്രാൻസിറ്റിവിറ്റിനെ പറ്റിയാണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, അതിന് നമുക്കൊരു ബോധം വേണം, ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ എന്താ സ്ഥിതി, ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോ 1 2 ഉണ്ട്. ഓക്കെ, 2 വരുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു ഓർഡേഡ് പെയർ പറയുകയാണെങ്കിൽ 1 2 ഉണ്ട്. അതേപോലെ കാണാം 1 2 ഉണ്ട്, 2 4 ഉണ്ട്. 2 എന്ന് വരുന്ന രീതിയിൽ. അപ്പോൾ 2 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 2 4 ഉണ്ട്. കാരണം 4 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മീൻസ് 2ന്റെ അകത്ത് 1 ഉണ്ട്. അതുകൊണ്ടാണല്ലോ 2ന്റെ അകത്ത് 1 എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്. അതുപോലെ 4ന്റെ അകത്ത് 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 4 കൂടി ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. 1 4 തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, കാരണം 1ന്റെ 4ന്റെ അകത്ത് എന്തായാലും 1 ഉണ്ടല്ലോ, അല്ലെ? 4 is divisible by 1 ആണല്ലോ. സോ ഇവിടെ അത് ട്രാൻസിറ്റീവ് ആയിട്ട് കണ്ട് മീൻസ് നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള എലമെന്റ്സിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അത് ട്രാൻസിറ്റീവ് ആണോ. പക്ഷേ അധികം ചെക്ക് ചെയ്യാനില്ല, ട്രാൻസിറ്റിവിറ്റിനെ ഇങ്ങനെ നോക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കാം. നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കത് പറഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോ അത് ട്രാൻസിറ്റീവ് ആണ് എന്ന് കരുതിക്കും. ട്രാൻസിറ്റീവ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിൾസ് അതിന് റീസൺ എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് നോക്കി നോക്കാം അത് ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ, ആണോ അല്ലേ എന്നല്ല, എനിക്ക് കൺഫേം ആണ് അത് ട്രാൻസിറ്റീവ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഇതിലിപ്പോ എക്സ് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതേപോലെ ഇവിടെ ട്രാൻസിറ്റീവിന് വേണ്ടി നമുക്ക് 3 എലമെന്റ്സ് വേണമല്ലോ. എ ബി സി, എ ബി സി അല്ലെ എക്സ് വൈ സെഡ് ഏതും എടുക്കാം. ഇവിടെ എക്സ് അടുത്തത്, ഇവിടെ എക്സ് വൈ സെഡ് എടുക്കുന്നതിന് നല്ലത്. ഇനി ഞാൻ മാറ്റുന്നില്ല. എ ബി സി ബിലോങ്സ് ടു സെറ്റ് എ. അപ്പൊ എ ബി സി എന്ന് പറയുന്നത് ഇതിന്റെ അകത്തുള്ള ഏതെങ്കിലും 3 എലമെന്റ് ആവാം. അതായത് 1 2 3 ആവാം, 3 4 5 ആവാം. അങ്ങനെ 3 എലമെന്റ് 6 വരെ ഉള്ളായിരുന്നു. സോ എ ബി സി ബിലോങ്സ് ടു എ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കാണിക്കേണ്ടത് എന്ന് വെച്ചാൽ ഓർഡർ പെയർ എ ബി ഉണ്ട്, ബി സി ഉണ്ട്, എന്നാ പിന്നെ എ സി ഉണ്ടാവണം. അപ്പോഴാണ് ട്രാൻസിറ്റീവ് ആകുന്നത്. എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സിയും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോ എ ബി സി, അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ലെറ്റ് എഴുതാം, ലെറ്റ് എ ബി സി ബിലോങ്സ് ടു എ. നമുക്ക് ഇതും കൺസിഡർ ചെയ്യാം, എ ബി ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എഴുതാണ് ലെറ്റ് ordered pair AB and ordered pair BC belongs to the relation. So നമ്മളിവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ordered pair AB യും ordered pair BC യും റിലേഷനിൽ ഉണ്ട്. ഓക്കെ, belongs to the ordered pair AB യും ordered pair BC യും റിലേഷനിൽ ഉണ്ട്. ആക്ച്വലി ordered pair AB യും ordered pair BC യും റിലേഷനിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത് B is divisible by A എന്നും C is divisible by B എന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബി എനെ ഡിവിസിബിൾ ആണ്, സി ബിനെ ഡിവിസിബിൾ ആണെങ്കിൽ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പൊ ഇത് രണ്ടും ഉണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, കാരണം ഇത് ഉണ്ടെങ്കിലാണ് അത് ഉണ്ടാവണമെന്ന് കാണിക്കേണ്ടത്. ഇത് ഉണ്ടായത് കൊണ്ട് ഇതിലുള്ള ഇത് എന്തുകൊണ്ട് ഉണ്ടായോ അതുപോലെ അത് ഉണ്ടാവണം, അതുകൊണ്ട് അത് ഉണ്ടാവണം. റൈറ്റ്, അപ്പോ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് എ ബി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ബി ഈസ് ഡിവിസിബിൾ ബൈ എ and C is divisible by B. Okay, B is divisible by A and C is divisible by B. Okay, B is divisible by A എന്ന് പറഞ്ഞാൽ B നെ A കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് B by A ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നാച്ചുറൽ നമ്പർ വരും, കാരണം അത് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ B by A സപ്പോസ് ദാറ്റ് ഇസ് ഈക്വൽ ടു M ആണെന്ന് വിചാരിച്ചു. ഓക്കെ, M ഒരു നാച്ചുറൽ നമ്പർ ആണ്, അത് നമുക്ക് ഇവിടെ എഴുതാം. M ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്നുള്ളത്. ഓക്കെ, ബി ബൈ എ എന്തൊക്കെ നാച്ചുറൽ നമ്പർ വരും, ആ നാച്ചുറൽ നമ്പർ എം ആണെന്ന് വിചാരിച്ചു. അതേപോലെ സി ബൈ ബിയും എന്തെങ്കിലും നാച്ചുറൽ നമ്പർ വന്നേ പറ്റുള്ളൂ, കാരണം സി ഡിവിസിബിൾ ബൈ ബി ആണ്. അപ്പൊ സി ബൈ ബി ഇസ് ഈക്വൽ ടു എൻ. ഇവിടെ എമ്മും എന്നും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. എം ആൻഡ് എൻ ബിലോങ്സ് ടു എൻ. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ ഇത് ഉദ്ദേശിച്ചത് നാച്ചുറൽ നമ്പർ ആണ്, കുറച്ച് ബോൾഡ് ആക്കി എഴുതാം, നാച്ചുറൽ നമ്പർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എമ്മും എന്നും എന്തെങ്കിലും നാച്ചുറൽ നമ്പർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പറയാം
എ സി ഉണ്ടാവണമെങ്കിൽ എ ബിയും ബി സി ഉണ്ട്, എ സി ഉണ്ടാവണമെങ്കിൽ, അപ്പൊ എ സി ഉണ്ടാവണമെങ്കിൽ സി ഈസ് ഡിവിസിബിൾ ബൈ എ ആയിരിക്കണം. സി ഈസ് ഡിവിസിബിൾ ബൈ എ എന്ന് നമുക്ക് എപ്പോഴാ പറയാൻ വേണ്ടി പറ്റുക? സി ബൈ എ ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ, സി ബൈ എ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുമെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഇസ് സി ബൈ എ എന്നുള്ളത്. സോ സി ബൈ എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സി ബൈ എ യില് ഇവിടെ നോക്കി നമുക്കിപ്പോ സിക്ക് പകരം നമുക്ക് എന്ത് ചെയ്താ ബി എൻ എന്ന് എഴുതാം അല്ലെ. സി ഇസ് ഈക്വൽ ടു ബി എൻ എഴുതാം. ഓക്കെ, സി ഇസ് ഈക്വൽ ടു ബി എൻ. അതേപോലെ തന്നെ ഓക്കെ, സി ഇസ് ഈക്വൽ ടു ബി എൻ എഴുതാം, ബി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, എ എന്ന് എഴുതാം. ഇത് അപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് സി, ഞാൻ ഇവിടെ ആദ്യം എഴുതണമായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, അതല്ല ഇവിടെ എഴുതാം സി ഇസ് ഈക്വൽ ടു ബി എൻ ആൻഡ് ബി സോറി സി ഇസ് ഈക്വൽ ടു ബി എൻ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ബി ഇസ് ഈക്വൽ ടു എ എം എന്നും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ സി ബൈ എ ഇവിടെ പറയുമ്പോ സിക്ക് പകരം ബി എൻ എന്നും അതിനുള്ള ബിക്ക് പകരം എ എം എന്നും എഴുതാം. ഓക്കെ, അപ്പൊ ബി എന്നിലെ ബിക്ക് പകരം എ എം കൊടുക്കുക കേട്ടോ. അപ്പൊ അത് എ എം എൻ ആയി. കറക്റ്റ് അല്ലേ? എ എം എൻ റൈറ്റ്. കാരണം ഈ ബി ഇവിടെ എ എം എന്നുള്ളത് ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ സി സിക്കൽ എന്തായി, ഇവിടെ എ എം വരുമ്പോ എ എം എൻ വന്നു. റൈറ്റ്, എ എം എൻ ഡിവൈഡഡ് ബൈ എ. ഓക്കെ, so c by a is equal to a m n divided by a. അപ്പൊ c by a is equal to a യും a യും ക്യാൻസൽ ആവുകയാണെങ്കിൽ c by a is equal to m n എന്ന് വന്നു. ഓക്കെ, c by a c നെ a കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ m n വന്നു. ഇനി എന്താണ് m n? m ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിരുന്നു? m ഉം n ഉം നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നാച്ചുറൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് ആണ് m into n. രണ്ട് നാച്ചുറൽ നമ്പറിന്റെ പ്രൊഡക്റ്റ് എപ്പോഴും നാച്ചുറൽ നമ്പർ ആയിരിക്കും, ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ m n is a natural number. നമ്മളിവിടെ ഇതാണ് m n belongs to n. m ഉം n ഉം n ആയതുകൊണ്ട് m into n ഉം n ആയിരിക്കും. റൈറ്റ്, അപ്പൊ നമുക്ക് c by a ചെയ്തപ്പോൾ കിട്ടിയത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. അതായത് c by a നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എഴുതാം hence c is divisible by a. ഓക്കെ, c യും a ന്റെ ഡിവിസിബിൾ ആണ്. റൈറ്റ്, c is divisible by a ആയതുകൊണ്ട് ഓർഡേർഡ് പെയർ എന്തുണ്ടായി ഇതിന്റെ അകത്ത്? ഓർഡേർഡ് പെയർ ac belongs to r. therefore ordered pair ac belongs to r. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ അതിന്റെ ആ സെന്റൻസ് അങ്ങോട്ട് ചെയ്ത ട്രാൻസിറ്റീവിന്റെ സെന്റൻസ് എന്ത്? a b c belongs to set a, ordered pair ab belongs to r, ordered pair bc belongs to r implies ordered pair ac belongs to r, hence the relation is transitive. അത് സംഭവം എഴുതി വെക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ വന്നു വിചാരിച്ചു. നിങ്ങൾക്ക് സംഭവം റിഫ്ലെക്സീവ് എന്താ സിമെട്രിക് എന്താ ഇതിന്റെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. റിഫ്ലെക്സീവ് ആണോ അല്ലെങ്കിൽ സിമെട്രിക് ആണോ എഴുതി പിടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നും അറിയില്ലെങ്കിലും ഈ മൂന്ന് സംഭവങ്ങൾ ഉണ്ടല്ലോ, റിഫ്ലെക്സീവിന്റെ ഡെഫിനേഷൻ, സിമെട്രിക്കിന്റെ ഡെഫിനേഷൻ, അത് മാത്രം ജസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും ഫുൾ മാർക്ക് അല്ല എന്തെങ്കിലും മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മീൻസ് റിഫ്ലെക്സീവിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ച് മാർക്ക് എന്തെങ്കിലും അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ആ ഡെഫിനിഷൻസ് നമുക്ക് കുറെ പ്രാവശ്യം ഇപ്പൊ ഇവിടെ വന്ന് സ്ക്രീനിൽ ആ ഡെഫിനിഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അത് എന്തായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. റൈറ്റ്, സോ ഈ റിലേഷൻ അപ്പോ എന്തൊക്കെയാണ് ഈ റിലേഷൻ? അപ്പോ ഹെൻസ് റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ്. ഹെൻസ് ആർ ഇസ് ട്രാൻസിറ്റീവ്. റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലെക്സീവ്, നോട്ട് സിമെട്രിക് ബട്ട് ട്രാൻസിറ്റീവ്. റൈറ്റ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം, കാരണം ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് ഓവർ ആണ്. ഓക്കെ, അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിറ്റാരിക്കാരിലെ 10ന്റെ വീഡിയോ ക്ലാസ്സസ് ആണ്. ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വീഡിയോ ക്ലാസ്സസ് അല്ല ഓൺലൈൻ ക്ലാസ്സസും ഉണ്ടാവും. സോ ഓൺലൈൻ ക്ലാസ്സസിൽ നമ്മൾ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും. ഓൺലൈൻ നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ സൂം ഇത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സസിലായിരിക്കും നമ്മൾ നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാറുണ്ടാവില്ല. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടാവും. സോ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ അത് അവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ.